ഹായ് ഹലോ. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടാണ്. മൈ പെർസ്പെക്റ്റീവ്സ് റിഗാർഡിംഗ് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് വയലൻസസ് അക്കറിങ് ഇൻ ആ സൊസൈറ്റി. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകുന്നത് എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന്. പക്ഷേ ഇത്രയും കാലം ഇത്തരത്തിലുള്ള വയലൻസും സബ്സ്റ്റൻസ് അബ്യൂസും നടക്കാത്തതാണോ അതോ ഇപ്പോഴാണ് അത് ലൈം ലൈറ്റിലേക്ക് വരുന്നത് എന്നതാണോ വാസ്തവം? അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ റീൽസിലും മറ്റും കാണുന്നതും എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളെ, അതായത് സോ കോൾഡ് ടു കിഡ്സിനെ ബ്ലെയിം ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ബ്ലെയിം ഗെയിം അല്ലേ സത്യത്തിൽ നടക്കുന്നത്. 90s കിഡ്സ് വേഴ്സസ് 2K കിഡ്സ്. ഒരു വിഭാഗം കുട്ടികൾ വഴിതെറ്റുമ്പോൾ ആ ഒരു മുഴുവൻ തലമുറയാണ് കുറ്റപ്പെടുത്തുന്നതും ജനറലൈസ് ചെയ്യുന്നതും. 90s കിഡ്സിനെ അടിച്ചു വളർത്തിയതുകൊണ്ട് അവർ നന്നായി ജീവിക്കുന്നു, അവരങ്ങനെയാണ്, ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെയാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ്, സബ്സ്റ്റൻസ് അബ്യൂസ്, വയലൻസസ് എങ്ങനെ കുറയ്ക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ദർ മൈറ്റ് ബി പ്ലെൻറ്റി ഓഫ് റീസൺസ്. പിയർ ഇൻഫ്ലുവൻസ്, എക്സ്പെരിമെൻറ്റേഷൻ ഓഫ് സബ്സ്റ്റൻസസ്, അതോറിറ്റേറിയൻ പാരൻറ്റിങ്, ഇമോഷണൽ നെഗ്ലെക്റ്റ്, എനി മെൻ്റൽ ഹെൽത്ത് കൺസേൺസ്. So we have to address these reasons or factors behind issues. നമ്മുടെ കുട്ടികൾക്കൊപ്പം ക്വാളിറ്റി കോൺവെർസേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വെക്കുക. വേണ്ടിയെടുത്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ക്യാൻ സീക്ക് കൗൺസിലിംഗ് ആസ് വെൽ. അതുപോലെ തന്നെ അവരുടെ നീഡ്സിനെ വാലിഡേറ്റ് ചെയ്ത് പ്രശ്നങ്ങളെ ഡീൽ ചെയ്ത് നേർവഴിയിൽ കൊണ്ടുപോകുക. ഹെൻസ് സ്റ്റോപ്പ് ദ ബ്ലെയിം ഗെയിം ആൻഡ് റിയലൈസ് യുവർ സിവിക് റെസ്പോൺസിബിലിറ്റി.